സർവകലാശാലയിലടക്കം പ്രതിസന്ധി നിലനിൽക്കുന്നതിനിടെ ഗവർണർ മുഖ്യമന്ത്രി നിർണായക കൂടിക്കാഴ്ച. രാജ്ഭവനിലെത്തിയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ രാജേന്ദ്ര ആർലേക്കറുമായി ചർച്ച നടത്തിയത്. തർക്ക വിഷയങ്ങളിൽ മഞ്ഞുരുക്കം ലക്ഷ്യമിട്ടാണ് സർക്കാർ നീക്കം. ആർ റോഷിപാൽ നമുക്കൊപ്പം. ആർ റോഷിപാൽ, 1 മണിക്കൂറും 5 മിനിറ്റും നീണ്ട രാജ്ഭവനിലെ കൂടിക്കാഴ്ചയിൽ മഞ്ഞുരുകിയോ? സുജയ പാർവതി, ഏറ്റവും പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചയാണ് ഇന്ന് രാജ്ഭവനിൽ നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനും ഒപ്പം രാജേന്ദ്ര ആർലേക്കർ ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഏറെ പ്രത്യേകതയുണ്ട്. ഭാരതാംബ വിവാദത്തിന് ശേഷമുള്ള ആദ്യ കൂടിക്കാഴ്ചയാണ്. 2 വട്ടം ക്യാബിനറ്റ് ചേർന്ന് ഭാരതാംബ ചിത്രം പ്രദർശിപ്പിക്കുന്നതിനുള്ള എതിർപ്പ് സർക്കാർ അറിയിച്ചതാണ്. അതിനുശേഷം നടക്കുന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമായും സർവകലാശാലയുമായി ബന്ധപ്പെട്ട വിഷയം ചർച്ചയായി എന്നാണ് അറിയാൻ കഴിയുന്നത്. സൌഹാർദ്ദപരമായിരുന്നു കൂടിക്കാഴ്ചയെന്ന് രാജ്ഭവൻ വിശദീകരിക്കുന്നുണ്ട്. കൂടിക്കാഴ്ചയിലെ മറ്റു വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. ഏതായാലും 2 സർവകലാശാലകളുമായി ബന്ധപ്പെട്ട ബില്ലുകൾ അത് ഗവർണറുടെ പരിഗണനയിലുണ്ട്. ആ ബില്ലുകളിൽ ഗവർണർ ഒപ്പുവെക്കുമോ എന്നതാണ് പ്രധാനപ്പെട്ടത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുണ്ടാകുന്ന ഏറ്റവും പ്രധാന ഡെവലപ്മെന്റ്. അതിനൊപ്പം തന്നെ ഈ സർവകലാശാലകളിൽ വൈസ് ചാൻസലർമാരില്ലാത്ത ഒരു സാഹചര്യം, ആ പ്രശ്നത്തിനുള്ള പരിഹാരം കൂടി കാണുമോ എന്നതാണ്. ഡിജിറ്റൽ സർവകലാശാല, സാങ്കേതിക സർവകലാശാലയിലടക്കം വൈസ് ചാൻസലർമാരെ ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതിയിലേക്ക് പോകാൻ രാജ്ഭവൻ നീക്കം നടത്തുന്നെന്ന അഭ്യൂഹമുണ്ട്. അതിനിടയിൽ ഈ കൂടിക്കാഴ്ചയുടെ പ്രാധാന്യം വർദ്ധിക്കുന്നത്. ഈ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണത്തിനായി കൂടി നമുക്ക് കാത്തിരിക്കാം. ആർ റോഷിപാലാണ് വിവരങ്ങൾ നൽകിയത്.